ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ഫണ്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്തും അതുപോലെ തന്നെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തും ആണ്. അപ്പോൾ ഈ രണ്ട് ഫണ്ടും നല്ല പെർഫോമൻസ് ഉള്ളതാണ്, അതുപോലെ തന്നെ ഈ രണ്ട് ഫണ്ടും പോപ്പുലർ ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു ഫണ്ടിൽ ഏതിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഞാൻ ഒന്ന് എളുപ്പമാക്കി തരാം. അപ്പം ഈ രണ്ട് ഫണ്ടുകൾ തമ്മിൽ ഇന്നിപ്പോൾ ഒന്ന് ഏറ്റുമുട്ടുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കൂടി ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാല്ലേ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യത്തെ കാര്യം, നമുക്ക് കമ്പാരിസൺ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നമുക്ക് നോക്കാം. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് അതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട്, ഇത് രണ്ടും സ്മോൾ ക്യാപ് ഫണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? സെബിയുടെ റൂൾസ് പ്രകാരം ഈ ഒരു ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയുടെ കുറഞ്ഞ 65% സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പം ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ബെഞ്ച് മാർക്ക് വരുന്നത് BSE 250 സ്മോൾ ക്യാപ് TRI ആണ്. അതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ബെഞ്ച് മാർക്ക് വരുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ് 250 TRI ആണ്. എന്നാൽ ഇവിടെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത് 1996 ഒക്ടോബറിലാണ്. പക്ഷെ നമ്മളിവിടെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് നോക്കുവാണെങ്കിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ലോഞ്ച് ചെയ്തേക്കുന്നത് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ലോഞ്ച് ചെയ്ത് ഒരു 24 വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് 2020 ഫെബ്രുവരിയിലാണ് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് AUM നമ്മൾ നോക്കുകയാണെങ്കിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്തിന്റെ ടോട്ടൽ AUM വരുന്നത് 11,743 കോടിയാണ്. അതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ AUM നമ്മൾ നോക്കുകയാണെങ്കിൽ 28,205 കോടി രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിയും ഫണ്ട് മാനേജേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഫണ്ട് മാനേജർ വരുന്നത് മിസ്റ്റർ മനീഷ് ഗുൻവാണിയാണ്. അപ്പോൾ ജാനുവരി 2023 മുതൽ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. അപ്പോൾ ഈ ഒരു സെയിം ടൈമിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു AMCയിൽ ജോയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ട് മാനേജ് ചെയ്യുന്നത് ഹെഡ് ചെയ്യുന്നതും. അപ്പം ഇതിനു മുന്നേ അദ്ദേഹം നിപ്പോൺ ഇന്ത്യ AMCയും അതുപോലെ ICICI പ്രൂഡൻഷ്യൽ AMCയുടെ ഒപ്പമായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം ഇക്വിറ്റി ഫണ്ട്സ് മാനേജ് ചെയ്തിരുന്നു. ഇനി അടുത്ത ഫണ്ട് മാനേജർ വരുന്നത് മിസ്റ്റർ കീർത്തി ജെയിൻ ആണ്. അപ്പോൾ മുന്നേ ഇദ്ദേഹം കാനറ HSBC ലൈഫ് ഇൻഷുറൻസിൽ അസിസ്റ്റന്റ് ഫണ്ട് മാനേജർ ആയിരുന്നു. അതിനു മുന്നേ അദ്ദേഹം സുന്ദരം മ്യൂച്വൽ ഫണ്ടിലെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ടീമിൽ റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കോൺ സ്മോൾ ക്യാപിലെ ഫണ്ട് മാനേജേഴ്സ് നോക്കാം. അപ്പോൾ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് മാനേജ് ചെയ്യുന്ന 7 ഫണ്ട് മാനേജേഴ്സ് ആണ്. മിസ്റ്റർ സന്ദീപ് ടാൻഡോൺ, മിസ്റ്റർ അങ്കിത് പാണ്ഡെ, മിസ്റ്റർ വരുൺ പട്നി, മിസ് ആയുഷ കുംബത്, മിസ്റ്റർ യുഗ് ടിബർവാൾ, മിസ്റ്റർ ഷമീർ കാട്ടെ, അതുപോലെ മിസ്റ്റർ സഞ്ജീവ് ശർമ്മ. അപ്പോൾ മിസ്റ്റർ സന്ദീപ് ടാൻഡോൺ ആണ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ അതുപോലെ തന്നെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ക്യാപിറ്റൽ മാർക്കറ്റിൽ 27 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ മിസ്റ്റർ അങ്കിത് പാണ്ഡെക്ക് ഇന്ത്യൻ ഇക്വിറ്റീസിൽ 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലെ ടോപ്പ് റേറ്റഡ് ഫണ്ട് മാനേജേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഇൻഫോസിസിലാണ് അദ്ദേഹം കരിയർ തുടങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മിസ്റ്റർ വരുൺ പട്നി, മിസ്സിസ് ആയിഷ കുംബത്, മിസ്റ്റർ യുഗ് ടിബർവാൾ, മിസ്റ്റർ സമീർ കാട്ടെ, അതുപോലെ തന്നെ സഞ്ജീവ് ശർമ്മയൊക്കെ എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് ആണ്. ഇനി നമുക്ക് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് നോക്കാം. അപ്പോൾ മിസ്റ്റർ മനീഷ് ഗുൻവാണി പറയുന്നത് വോളറ്റിലിറ്റി ഒഴിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 മുതൽ 10 വർഷത്തിൽ മിഡ് അതുപോലെ സ്മോൾ ക്യാപ് ഫണ്ട് സ്ട്രോങ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ അപ്രോച്ച് കോൺട്രേറിയൻ ആണ്, അതായത് കറന്റ് പ്രാക്ടീസിൽ നിന്ന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഇപ്പം മാർക്കറ്റ് പാനിക് മോഡിലുള്ളപ്പം ഇവരെന്താണ് സ്മോൾ ക്യാപ്പിലേക്കുള്ള അവർ അലോക്കേഷൻ ഇവർ കൂട്ടും. അതുപോലെ മാർക്കറ്റ് വാല്യൂഷൻ അട്രാക്റ്റീവ് ആയിട്ടുള്ളപ്പം ഇവർ ഇൻവെസ്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ മിക്കപ്പോഴും ഈ ഒരു സമയത്ത് എന്താണ് അവരുടെ അലോക്കേഷൻ അവർ വീണ്ടും കൂട്ടാനായിട്ട് നോക്കും. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2024 ഒക്ടോബർ മുതൽ 2025 മെയ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശോഭ ലിമിറ്റഡ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്, അതുപോലെ പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പോലുള്ള സ്റ്റോക്സിലേക്കുള്ള അവരുടെ അലോക്കേഷൻ അവരെന്താണ് നിലവിൽ അവർ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ലാർജ് ക്യാപ്പിന് വെച്ച് നമ്മൾ നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് അതുപോലെ തന്നെ മൈക്രോ ക്യാപ്പ് സെഗ്മെന്റ്സ് എന്താണ് കൂടുതൽ വോളറ്റൈലാണ്. എന്നാൽ ഇതിൽ നിന്ന് കൂടുതൽ ആൽഫ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് റിസർച്ച് ബേസ്ഡ് സ്റ്റോക്ക് പിക്കിങ്ങിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് മൈക്രോ ക്യാപ് കമ്പനീസ്. അപ്പോൾ ഇവിടെ വാല്യൂഷൻ ഡിസ്കവറി എന്താണ് സ്റ്റിൽ ഇൻഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ്റെ സമയത്ത്, അതായത് ഇപ്പോൾ 2024 ഒക്ടോബർ മുതൽ 2025 മെയ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് മൈക്രോ ക്യാപ് കമ്പനീസിലേക്കുള്ള അവരുടെ എക്സ്പോഷർ കൂട്ടി. അതുകൊണ്ട് ഓവറോൾ അവരുടെ പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്സിന്റെ എണ്ണം അവർ കൂട്ടി. അപ്പം ഈ ഒരു അപ്രോച്ച് എന്താണ് ഓപ്പർച്യൂണിറ്റി ഡ്രിവൺ ആയിരുന്നു, അതായത് സ്റ്റോക്സ് ഡിസ്കൗണ്ടിലായിരുന്നപ്പോൾ അവർ എക്സ്പോഷർ അവർ കൂട്ടി. ഇനിയിപ്പം ഇതിന് വിപരീതമായിട്ട് കോൺ സ്മോൾ ക്യാപ് ഫണ്ടിലെ ഫണ്ട് മാനേജേഴ്സിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സന്ദീപ് ടാൻഡോന്റെ ഇന്റർവ്യൂ പ്രകാരം കോൺ സ്മോൾ ക്യാപ് ഫണ്ട് അപ്രോച്ച് ജസ്റ്റ് PE റേഷ്യോയിലേക്ക് മാത്രം ലിമിറ്റഡ് അല്ല. അപ്പോൾ ഇവർ ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ വരുന്നത് മാർക്കറ്റ് സെന്റിമെന്റ്സ് അതിൽ പ്രിഡിക്റ്റീവ് അനാലിറ്റിക്സിന്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഇവർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത് 4 മെയിൻ ഡാറ്റ പില്ലേഴ്സ് വഴിയാണ്. അതായത് വാല്യൂഷൻ അനലിറ്റിക്സ്, ലിക്വിഡിറ്റി അനലിറ്റിക്സ്, റിസ്ക് അപ്പറ്റൈറ്റ് അനലിറ്റിക്സ്, അതുപോലെ ടൈമിംഗ് പ്രകാരമാണ്. ഈ ഒരു മോഡൽ ഉപയോഗിച്ചിട്ട് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് മാർക്കറ്റ് സൈക്കിളിനെ റിയാക്ട് ചെയ്യുന്നതിന് പകരം പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു ഫണ്ട് പാസീവ് അല്ല, ആക്റ്റീവ്ലി മാനേജ് ഫണ്ടാണ്. അപ്പോൾ സെക്ടർ അതുപോലെ സ്റ്റോക്ക് അലോക്കേഷൻ എല്ലാം മാക്രോ അതുപോലെ മൈക്രോ സിഗ്നൽസ് അനുസരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്മോൾ ക്യാപ് സ്പേസിൽ വോളറ്റിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ. ഇപ്പോൾ മാർക്കറ്റ് ബോട്ടം ടച്ച് ചെയ്തെന്ന് കൺഫേം ചെയ്യുമ്പോൾ മാത്രമാണ് അവർ മൈക്രോ ക്യാപ് സ്റ്റോക്സിലേക്ക് കയറുന്നത്. ഇപ്പം നമ്മളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2024 ഒക്ടോബർ മുതൽ 2025 മാർച്ച് വരെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ ഫേസിലായിരുന്നു. അപ്പോൾ മാർച്ച് അവസാനമായപ്പോഴേക്കും മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ ഈ ഒരു സമയത്ത് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൂടുതൽ സ്റ്റോക്സ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ തുടങ്ങി. ഇപ്പം 31 ഒക്ടോബർ 2024 പ്രകാരം അവരുടെ പോർട്ട്ഫോളിയോയിൽ 75 സ്റ്റോക്സ് ഉണ്ട്. എന്നാൽ 31 മെയ് 2025 പോർട്ട്ഫോളിയോയിൽ 96 സ്റ്റോക്സ് ആയിട്ട് അത് വളർന്നു. ഫണ്ട് ഇവിടെ തുടർച്ചയായിട്ട് ഹെൽത്ത് ചെക്സ് നടത്താറുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ മാർക്കറ്റ് ഡാറ്റ റെഡ് ഫ്ലാഗ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ തന്നെ എക്സിറ്റ് ചെയ്തുകൊണ്ട് അവർ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യും. അപ്പം ഇവരുടെ ഓവറോൾ ഗോൾ എന്ന് പറയുന്നത് ലോ റിസ്ക് ഡാറ്റ ഡ്രിവൺ ആൽഫ ജനറേഷൻ ആണ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ എക്സിറ്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയി എന്നുള്ളത് അവർ ഉറപ്പുവരുത്തും. ഇപ്പം പ്രോസ്പെക്ടസ് നല്ലതാണെങ്കിൽ ചില സ്റ്റോക്സിലേക്കുള്ള അലോക്കേഷൻ അവർ കൂട്ടാറുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒക്ടോബർ 2024 റിലയൻസ് ഇൻഡസ്ട്രിക്ക് അവരുടെ പോർട്ട്ഫോളിയോയിൽ 9.2% അലോക്കേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവർ എക്സ്പോഷർ കൂട്ടി. 31 മെയ് 2025 പ്രകാരം റിലയൻസ് ഇൻഡസ്ട്രിയിലേക്കുള്ള അവരുടെ അലോക്കേഷൻ 9.85% കൂട്ടി. സോ ഫണ്ട് മാനേജേഴ്സിന് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ അപ്രോച്ചസ് ഒക്കെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബന്ധൻ AMC എന്നുള്ള മനീഷ് ഗുൻവാണി പറയുന്നത് മാർക്കറ്റ് കറക്ഷൻ്റെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മെയിൻ ആണ്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പേടിയുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും SIPs നിർത്താനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഒരു അത്യാഗ്രഹം വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ടും മാർക്കറ്റ് കറക്ഷൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. പക്ഷേ എൻട്രിക്കായിട്ട് അവർ മാർക്കറ്റ് ഫിയർ മാത്രമല്ല നോക്കുന്നത്, അവർ ഡേറ്റ ഡ്രിവൺ കൺഫർമേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ അവർ സെന്റിമെന്റ്, ലിക്വിഡിറ്റി, അതിൽ വോളറ്റിലിറ്റി സിഗ്നൽ മാർക്കറ്റ് ബോട്ടം ആണെന്ന് സൂചിപ്പിക്കുമ്പോൾ മാത്രമാണ് എൻട്രി എടുക്കുള്ളൂ. ഇനി നമ്മൾ ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിലേക്ക് നമ്മൾ വരുമ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ടിലെ മാനേജർ മാർക്കറ്റ് കറക്ഷൻ്റെ സമയത്ത് ശോഭ അതുപോലെ LT ഫുഡ്സ് പോലത്തെ മൈക്രോ സ്റ്റോക്സിലേക്കുള്ള അലോക്കേഷൻ കൂട്ടിയിട്ടുണ്ട്. അതേസമയത്ത് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 2024 മുതൽ മെയ് 2025 ഇടയ്ക്ക് അവർ പോർട്ട്ഫോളിയോയുള്ള സ്റ്റോക്സ് 75 നിന്ന് 96 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് റിസർച്ച് ബേസ്ഡ് സ്റ്റോക്ക് പിക്കിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, എസ്പെഷ്യലി മൈക്രോ ക്യാപ് സ്റ്റോക്സിൽ. ഇപ്പം ബന്ധൻ ലോങ് ടേമിൽ ഹൈ ക്വാളിറ്റി സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വാല്യൂഷൻ അട്രാക്റ്റീവ് ആണെങ്കിൽ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നാൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് വാല്യൂഷൻ ആശ്രയിക്കുന്നില്ല. മാക്രോ അല്ലെങ്കിൽ FI സിഗ്നൽസ് റിസ്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഫണ്ട് ടെമ്പററി ആയിട്ട് സ്മോൾ ക്യാപ്പിൽ നിന്ന് ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റോക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ നമുക്ക് ഇങ്ങനെ പറയാം, ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഫോക്കസ് ചെയ്യുന്ന ഫണ്ടമെന്റലി ഡ്രിവൺ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് ആണ്. എന്നാൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റ് ബിഹേവിയർ പ്രകാരം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഡൈനാമിക് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ആൽഫ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം, പക്ഷേ ഡിഫറെൻറ്റ് മെത്തഡോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം ഇതായിരിക്കും, ഈ രണ്ട് അപ്രോച്ചിൽ ഏതാണ് ബെറ്റർ? ഇപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്ന ലോങ് ടേം ഇൻവെസ്റ്റിംഗ് അതുപോലെ വാല്യൂഷൻ ബേസ്ഡ് സ്റ്റോക്ക് പിക്കിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ പാനിക് ഫേസിലുള്ളപ്പം അവർ കോൺട്രേറിയൻ അപ്രോച്ച് ഉപയോഗിക്കും. അതായത് അവർ മൈക്രോ ക്യാപ് സ്റ്റോക്സിലേക്കുള്ള എക്സ്പോഷർ കൂട്ടും. ഇനിയിപ്പം വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് അപ്രോച്ച് കുറച്ചും കൂടി ഡേറ്റ ഡ്രിവൺ ആണ്, അതുപോലെ ടൈം ബേസ്ഡും ആണ്. പെട്ടെന്ന് തന്നെ അവർ മാക്രോ സിഗ്നൽസ്, ലിക്വിഡിറ്റി, അതിൽ സെന്റിമെന്റ്സിനോട് റിയാക്ട് ചെയ്യും, പ്രത്യേകിച്ച് വോളറ്റൈൽ മാർക്കറ്റിൽ. അപ്പോൾ ഈ ഒരു അപ്രോച്ച് കൂടുതലും വോളറ്റൈൽ മാർക്കറ്റിൽ സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇവിടെ ആക്റ്റീവ് റിസ്ക് മാനേജ്മെന്റ് അതിൽ ഫാസ്റ്റ് റീബാലൻസിങ് ഒക്കെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ രണ്ട് സ്മോൾ ക്യാപ് ഫണ്ടും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് സ്മോൾ ക്യാപ് ഫണ്ട് റിട്ടേൺസ് നോക്കാം. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് 5 വർഷം മുന്നെയാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5 വർഷത്തെ ഡാറ്റ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് 15.85% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ 37.42%, അതുപോലെ കഴിഞ്ഞ 5 വർഷത്തിൽ 38.04% റിട്ടേൺസ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1, 3 അതുപോലെ 5 വർഷത്തിൽ കോമ്പറ്റേറ്റേഴ്സ് അതുപോലെ തന്നെ ബെഞ്ച് മാർക്കിനെ അവർ മറികടന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ -2.44% റിട്ടേൺസ് ആണ് ഫണ്ട് ജനറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 33.18% റിട്ടേൺസ്, അതുപോലെ കഴിഞ്ഞ 5 വർഷത്തിൽ 46.02% റിട്ടേൺസ്, അതുപോലെ കഴിഞ്ഞ 10 വർഷത്തിൽ 20.64% റിട്ടേൺസും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ 3, 5, 7 അതുപോലെ 10 വർഷത്തിൽ കോമ്പറ്റേറ്റേഴ്സ് അതുപോലെ ബെഞ്ച് മാർക്കിനെ മറികടന്നിട്ടുണ്ട്. അപ്പം ഇവിടെ 2 സ്മോൾ ക്യാപ് ഫണ്ട് റിട്ടേൺസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 5 വർഷത്തെ പെർഫോമൻസിൽ മാത്രമാണ് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് മറികടന്നിട്ടുള്ളത്. അപ്പോൾ 1 അതുപോലെ 3 വർഷത്തിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ് ബെറ്റർ പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും അധികം വോളറ്റൈൽ ആയിരുന്ന സമയത്ത്. ഇനി നമുക്ക് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്തിന്റെ ടോപ്പ് 10 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് നോക്കാം. അതുപോലെ കോൺ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ടോപ്പ് 10 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്തിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ
കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാനിനാണ് അവരുടെ ടോപ്പ് ഹോൾഡിംഗ്സിലേക്ക് എന്താണ് കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത്. ഇപ്പം പറയുവാണെങ്കിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിലേക്കുള്ള ടോപ്പ് സ്റ്റോക്ക് അലോക്കേഷൻ വരുന്നത് 3.14% മാത്രമാണ്. എന്നാൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ടോപ്പ് സ്റ്റോക്ക് അലോക്കേഷൻ ഏകദേശം 10%. ഇതിപ്പം ഓവറോൾ പോർട്ട്ഫോളിയോ കോൺസെൻട്രേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയിൽ 183 സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് പകുതി മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നത്, 96 സ്റ്റോക്സ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇവരുടെ ടോപ്പ് 10 സ്റ്റോക്സിലേക്കുള്ള കൂടുതൽ കോൺസെൻട്രേഷൻ ആണുള്ളത്. 36.89% അലോക്കേഷനോടെ. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് 19.77%. ഇനി നമുക്ക് ടോപ്പ് 10 സെക്ടർ അലോക്കേഷൻ നോക്കാം. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ടോപ്പ് 10 സെക്ടർ വരുന്നത്, അതുപോലെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാനിന്റെ ടോപ്പ് 10 സെക്ടേഴ്സ് ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് ഫണ്ടും ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സർവീസിലേക്ക് നല്ല അലോക്കേഷൻ ഉണ്ട്. എന്നാൽ ബാക്കിയുള്ള സെക്ടേഴ്സിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഡിഫറെന്റ് ആണ്. ഇനി നമുക്ക് മാർക്കറ്റ് സെഗ്മെന്റ് അലോക്കേഷൻ നോക്കാം. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് 5.73%, മിഡ് ക്യാപ് 9.03%, സ്മോൾ ക്യാപ് 72.32%, ക്യാഷ് ഹോൾഡിംഗ്സ് 12.92%. ഇനി കോൺ സ്മോൾ ക്യാപിന്റെ അലോക്കേഷൻ വരുന്നത് ലാർജ് ക്യാപ് 22.62%, മിഡ് ക്യാപ് 0.98%, സ്മോൾ ക്യാപ് 67.23%, ക്യാഷ് ഹോൾഡിംഗ് ഏകദേശം 10%. സോ നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ ഒരു സമ്മറി പറയാം. റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1 അതുപോലെ 3 വർഷ ടൈം ഫ്രെയിമിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് വോളറ്റൈൽ മാർക്കറ്റിൽ. അതേസമയത്ത് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് 5 ഇയർ പീരീഡിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ടാണ് കൂടുതൽ നമ്പർ സ്റ്റോക്സ് ഉള്ളത്, 183 സ്റ്റോക്സ് ടോപ്പ് ഹോൾഡിംഗ്സിലേക്ക് ലോ കോൺസെൻട്രേഷനോടെ. അതേസമയത്ത് കോൺ സ്മോൾ ക്യാപ് ഫണ്ടിന് ടോപ്പ് ഹോൾഡിംഗ്സിലേക്ക് ഹയർ കോൺസെൻട്രേഷനോടെ 96 സ്റ്റോക്സ് ആണ് ഉള്ളത്. ഇനി നമ്മൾ സെക്ടർ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് ഫണ്ടിലും ഫൈനാൻഷ്യൽ സർവീസ് അതിൽ ഹെൽത്ത് കെയറിലേക്ക് നല്ല എക്സ്പോഷർ ഉണ്ട്. എന്നാൽ അവർ അതർ സെഗ്മെന്റ് അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആണ്. ഇനി മാർക്കറ്റ് സെഗ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് 72.32% അലോക്കേഷൻ ഉണ്ട്. അതുപോലെ ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് 5.73% അലോക്കേഷൻ ഉണ്ട്. എന്നാൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ലാർജ് ക്യാപ്പിലേക്ക് 22.62% അലോക്കേഷൻ, അതുപോലെ മിഡ് ക്യാപ്പിലേക്ക് 0.92% അലോക്കേഷനാണ് ഉള്ളത്. അപ്പം ഇവിടെ രണ്ട് ഫണ്ടിനും സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്കാണ് അവർ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ലോങ് ടേം വാല്യൂ ഡ്രിവൺ ഇൻവെസ്റ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് കൂടുതലും ഡേറ്റ ഡ്രിവൺ ഡൈനാമിക് അതുപോലെ കോൺസെൻട്രേറ്റഡ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിനേക്കാളും ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് കൂടുതൽ പോർഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആണ്. ഇനിയിപ്പം റിട്ടേൺസ് മാത്രം നോക്കിയതുകൊണ്ട് നമുക്കൊരു ഇക്വിറ്റി ഫണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് അവരെടുക്കുന്ന റിസ്ക്കും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ കുറവ് റിസ്ക് എടുത്തുകൊണ്ട് ഇപ്പം നമുക്ക് നല്ല റിട്ടേൺസ് ഒരു ഫണ്ടിൽ നിന്ന് നൽകാൻ വേണ്ടി കഴിയുമെങ്കിൽ ആ ഒരു ഫണ്ട് ഒരു സ്ട്രോങ് പെർഫോമർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ റേഷ്യോ കൂടി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു മെട്രിക് വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും ഈ ഒരു ഇക്വിറ്റി ഫണ്ട് ആവറേജ് ഹിസ്റ്റോറിക്കൽ റിട്ടേൺ വെച്ചിട്ട് ഒരു ഫണ്ട് എത്രത്തോളം ഫ്ലക്ച്വേറ്റ് ചെയ്യും എന്നുള്ളത്. ഇപ്പം ഒരു ഇക്വിറ്റി ഫണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണെങ്കിൽ അത് ഹൈയർ വോളറ്റിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്, അതായത് കൂടുതൽ റിസ്ക് ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത് 18.21%. അപ്പോൾ ഇത് കാറ്റഗറി ആവറേജിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കാറ്റഗറിനേക്കാളും ഈ ഒരു ഫണ്ട് കൂടുതൽ വോളറ്റൈൽ ആണെന്നാണ്. എന്നാൽ നമ്മൾ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് പ്ലാൻ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത് 17.99%. അപ്പം ഇത് കാറ്റഗറി ആവറേജിനേക്കാളും കൂടുതലാണ്. എന്നാൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിനേക്കാളും എന്താണ് കുറവാണ്. സോ ഈ രണ്ട് ഫണ്ടും അവർ കാറ്റഗറിനേക്കാളും കൂടുതൽ വോളറ്റൈൽ ആണ്. എന്നാൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് കോൺ സ്മോൾ ക്യാപ് ഫണ്ടിനേക്കാളും എന്താണ് കൂടുതൽ വോളറ്റൈൽ ആണ്. ഇനി നമുക്ക് ഷാർപ്പ് റേഷ്യോ നമുക്ക് നോക്കാം. അതായത് ഫണ്ട് എക്സ്ട്രാ റിസ്ക് എടുത്തുകൊണ്ട് എത്രത്തോളം എക്സ്ട്രാ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന റേഷ്യോ ആണ് ഷാർപ്പ് റേഷ്യോ എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഷാർപ്പ് റേഷ്യോ കൂടുമ്പോൾ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് ആയിരിക്കും. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്തിന്റെ ഷാർപ്പ് റേഷ്യോ എന്ന് 1.37 ആണ്. അതേസമയത്ത് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാനിന്റെ ഷാർപ്പ് റേഷ്യോ എന്ന് 1.16 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഓരോ എക്സ്ട്രാ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് കൂടുതൽ റിട്ടേൺസ് നൽകുന്നുണ്ടെന്നാണ്, അതായത് ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ്. ഇനി നമുക്ക് ബീറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഫണ്ട് എത്രത്തോളം വോളറ്റൈൽ ആണെന്ന് കാണിച്ചു തരുന്ന റേഷ്യോ ആണിത്. ഇപ്പോൾ ഒരു ഫണ്ടിന്റെ ബീറ്റ 1ൽ കൂടുതലാണെങ്കിൽ ആ ഒരു ഫണ്ട് മാർക്കറ്റിനേക്കാളും വോളറ്റൈൽ ആയിരിക്കും. ഇനിയിപ്പം 1ൽ കുറവാണെങ്കിൽ മാർക്കറ്റിനേക്കാളും ലെസ് വോളറ്റൈൽ ആയിരിക്കും. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ബീറ്റ് വരുന്നത് 0.9 ആണ്. അതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്തിന്റെ ബീറ്റ് വരുന്നത് 0.87 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? രണ്ട് സ്മോൾ ക്യാപ് ഫണ്ടും മാർക്കറ്റിനേക്കാളും ലെസ് വോളറ്റൈൽ ആണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് സോർട്ടിനോ റേഷ്യോ നമുക്ക് നോക്കാം. അപ്പോൾ സോർട്ടിനോ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ്. അപ്പോൾ ഡൗൺ സൈഡ് റിസ്ക് ആണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒരു ഫണ്ട് ഇപ്പോൾ ടാർഗറ്റ് ചെയ്ത റിട്ടേണിന് ബിലോ ആയി വരുന്ന നെഗറ്റീവ് റിട്ടേൺസിനെ ബേസ് ചെയ്ത് എക്സ്ട്രാ എത്ര റിട്ടേൺസ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് നെഗറ്റീവ് സിറ്റുവേഷനിലും എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സോർട്ടിനോ റേഷ്യോ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ബെന്തൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്തിന്റെ സോർട്ടിനോ റേഷ്യോ വരുന്നത് 2.14 ആണ്. എന്നാൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്തിന്റെ സോർട്ടിനോ റേഷ്യോ വരുന്നത് 1.76 ആണ്. അപ്പോൾ സോർട്ടിനോ റേഷ്യോ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോൾ ബെറ്റർ പെർഫോമർ ബെന്തൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് ആണ്. ഇനി നമുക്ക് അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് കയറുമ്പോൾ ബെഞ്ച് മാർക്കിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ട് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു തരുന്ന റേഷ്യോ ആണ് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്നുള്ളത്. ഇപ്പം അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 100 കൂടുതലാണെങ്കിൽ റൈസിംഗ് മാർക്കറ്റിൽ ഇക്വിറ്റി ഫണ്ട് അവരുടെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ബെന്തൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് 98 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഇപ്പം ബെഞ്ച് മാർക്ക് റൈസിംഗ് മാർക്കറ്റിൽ 10% കൂടിയാൽ ഫണ്ട് 9.8% മാത്രമാണ് കൂടുന്നത്. ഇനിയിപ്പം ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ പറഞ്ഞു തരും മാർക്കറ്റ് ഇടിയുമ്പോൾ ഫണ്ട് എത്രത്തോളം ഇടിയും എന്നുള്ളത്. ഇപ്പം ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 100 താഴെയാണെങ്കിൽ ബെഞ്ച് മാർക്കിനേക്കാളും കുറവ് മാത്രമാണ് ഇടിഞ്ഞതെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ബെന്തൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 84 ആണ്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് 10% ഇടിയുമ്പോൾ ഫണ്ട് 8.4% മാത്രമാണ് ഇടിയുന്നത്. ഇപ്പം കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 78 ആണ്. അതായത് മാർക്കറ്റ് ഇപ്പോൾ 10% കൂടിയാൽ ഫണ്ട് 7.8% മാത്രമാണ് കൂടുന്നത്. അപ്പോൾ ഇത് കാറ്റഗറി ആവറേജിനേക്കാളും കുറവാണ്. എന്നാൽ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 57 ആണ്. അതായത് ഇപ്പോൾ മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് ഇപ്പോൾ ഒരു 10% ഇടിയുമ്പോൾ ഫണ്ട് 5.7% മാത്രമാണ് ഇടിയുന്നത്. സോ കഴിഞ്ഞ 1 അതുപോലെ 3 വർഷത്തിൽ ബെന്തൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് സ്ട്രോങ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് നമ്മൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് റിസ്ക് അഡ്ജസ്റ്റ് പെർഫോമൻസും ബെറ്റർ ആണ്. ഇനിയിപ്പം ഷാർപ്പ് റേഷ്യോ, സോർട്ടിനോ റേഷ്യോ, അതുപോലെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ബെന്തൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ് ബെറ്റർ പെർഫോമർ. അപ്പം ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആണ്. 180-ലധികം സ്റ്റോക്സോടെയാണ് ഇവരുടെ ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നത്. ഇപ്പം നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന് ശേഷം ഈ ഒരു കാറ്റഗറിയിലെ സെക്കൻഡ് ഹയസ്റ്റ് ആണ് ഇവർ. ഇനിയിപ്പം വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് 5 ഇയർ റിട്ടേൺസിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമർ ആയിരുന്നു. അതുപോലെ തന്നെ ഇവർ പോർട്ട്ഫോളിയോയിൽ ലാർജ് ക്യാപ്പിലേക്കാണ് ടൈറ്റിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റ് വോളറ്റിലിറ്റിയിൽ സ്റ്റെബിലിറ്റി നൽകും. അപ്പോൾ ഇവർ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ സ്ട്രോങ് ആണ്. അതായത് ബെന്തൻ സ്മോൾ ക്യാപ് ഫണ്ടിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഇടിയുന്ന ടൈമിൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് നല്ലപോലെ പെർഫോം ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ 2 ഫണ്ടും ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്താണ് ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് നമ്മൾ സ്മോൾ ക്യാപ് കാറ്റഗറിയിലുള്ള 2 ടോപ്പ് പെർഫോമറാണ് നമ്മൾ കമ്പയർ ചെയ്തത്. ബെന്തൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തും അതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തും. അപ്പോൾ കഴിഞ്ഞ 1 അതുപോലെ 3 വർഷത്തിൽ ബെന്തൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് വോളറ്റൈൽ മാർക്കറ്റിൽ. അപ്പോൾ ഇവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആണ്. അതുപോലെ ഹൈ ഷാർപ്പ് അതുപോലെ സോർട്ടിനോ റേഷ്യോയുടെ റിസ്ക് അഡ്ജസ്റ്റ് പെർഫോമൻസ് സ്ട്രോങ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്, മെയിൻലി 5 ഇയർ അതുപോലെ 10 ഇയർ റിട്ടേൺസിന്റെ ബേസിൽ. അപ്പോൾ ഇവരുടെ പോർട്ട്ഫോളിയോ സംവാട്ട് കോൺസെൻട്രേറ്റഡ് ആണ്. പക്ഷേ ലോവർ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോയുടെ സ്ട്രോങ് ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഈ ഒരു ഫണ്ടിൽ ലാർജ് ക്യാപ് എക്സ്പോഷർ കൂടുതൽ സ്റ്റെബിലിറ്റി നൽകാനായിട്ട് അവർക്ക് കഴിയും. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഇവിടെ എക്സ്പെൻസ് റേഷ്യോ കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ബെന്തൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.39% ആണ്. അതുപോലെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.66% ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ബെന്തൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിനേക്കാൾ എന്താണ് കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ ആണ് ഉള്ളത്. ഇപ്പം ഈ രണ്ടിൻ്റെ എന്താണ് കമ്പാരിസൺ നിങ്ങളുടെ മുന്നിലെത്തി അല്ലേ? ഇനി നിങ്ങളാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത് എന്താണ് വേണ്ടതെന്നുള്ളത്. ഇപ്പം ഈ 2 ഫണ്ടും നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എന്താണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാരണം 2ൽ എന്താണ് 13% ഓവർലാപ്പ് മാത്രമേ ഉള്ളൂ. അതായത് കോമൺ ആയിട്ട് 19 സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം നിങ്ങളിപ്പം ഇക്വിറ്റി ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് റിട്ടേൺസ് മാത്രം നോക്കിയാൽ നിങ്ങൾ പോരാ, റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് കൂടി നിങ്ങളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫണ്ട് നമ്മൾ കമ്പയർ ചെയ്യണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസിൽ നമ്മളോട് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.